الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله الله أعلم حيث يجعل رسالته الله أعلم حيث يجعل رسالته سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും മറ്റു മാധ്യമങ്ങൾ കൂടിയെല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഓരോരുത്തരും റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടുപെടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. വിശിഷ്യ 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കുന്നവരിൽ നമ്മിൽ നിന്നുള്ള പുരുഷന്മാരെ അള്ളാഹു പെടുത്തട്ടെ. കൃത്യസമയത്ത് നമസ്കരിച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കുന്ന 5 വക്ത് നമസ്കാരം കൃത്യസമയത്ത് പള്ളിയിലോ വീട്ടിലോ നമസ്കരിച്ച് ഇസ്ലാമിൻ്റെ പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങിക്കൂടി റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കുന്നവരിൽ നമ്മിൽ നിന്നുള്ള സ്ത്രീകളെയും റബ്ബ് പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം സാധാരണ ഇവിടെ പല വ്യത്യസ്ത വിഷയങ്ങളാണ് ചർച്ചക്കെടുക്കാറുള്ളത്. പഴയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, പഴയ മുഖങ്ങൾക്ക് പരിചയമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ ഘട്ടങ്ങളായി പല കാലഘട്ടങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നാം ചെറിയ രൂപത്തിൽ മടങ്ങാനാണ് തീരുമാനിച്ചത്. ഓർമ്മ പുതുക്കാനും നമ്മുടെ ഈമാനിന് വളർച്ചയുണ്ടാക്കുവാനും അത് അനിവാര്യമാണ്. നബിയുടെ ചെറിയ സീറത്തുൻ നബി എന്നത് യഥാർത്ഥത്തിൽ നാം ചർച്ച ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അവർക്ക് അല്ലാഹു ഇറക്കിയതായ ഖുർആനും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതായ നമുക്ക് റസൂൽ വിവരിച്ചതായ ഖുർആന്റെ വിശദാംശമാകുന്ന സുന്നത്തും അത് രണ്ടിൻ്റെ യഥാർത്ഥ ശൈലി പഠിക്കാൻ അത് സഹായകമാകുന്നു. കാരണം സീറത്തുൻ നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സിഫാത്തുകളെ, ശമായിലുകളെ, പ്രത്യേകതകളെ, അഖ്ലാഖുകളെ എല്ലാം തൊട്ട് സംസാരിക്കുന്ന സബ്ജക്റ്റാണ്. അത് തന്നെയാണല്ലോ ഖുർആൻ വിവരിക്കുന്നതും അത് തന്നെയാണല്ലോ ഹദീസ് വിവരിക്കുന്നതും. എന്ന് മാത്രമല്ല, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ നാം നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് പകർത്തിയില്ല. അവരുടെ സീറയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗം എന്ത് അല്ല എന്നീ കാര്യങ്ങൾ, അഥവാ നബിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതായ ഖസായിസുകളുണ്ട്. അത് എന്തൊക്കെ, അതല്ലാത്ത നാമും കൂടി അത് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ടത് എന്തുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അക്കൂട്ടത്തിൽ നാം ഈ പഠനത്തിലൂടെ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. കാരണം അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞ ശൈലിയാണ് നമുക്ക് പരിചയമുള്ളത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ലഖദ് കാന ലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മെച്ചപ്പെട്ട നല്ല മാതൃകയുണ്ട്. ആ നല്ല മാതൃക നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം സീറത്തുൻ നബി പഠിച്ചാലേ തീരൂ.
സീറത്തു നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഭൂജാതരാകുന്നതിന് മുമ്പ് ആ നുബുവത്തുമായി ചുറ്റിപ്പറ്റി സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വേണമെങ്കിൽ സീറത്തു നബി എന്ന് പറയാവുന്നതാണ്. അതേസമയത്ത് സീറത്തു നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിടം മുതൽ അവർ വഫാത്താകുന്നത് വരെയുള്ളതായ അവരെ തൊട്ട് അവരുടെ അഖ്ലാഖിനെ തൊട്ട് സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൽ പ്രവേശിക്കുന്നതും ആണ്. അത് നാം പഠിക്കുന്ന വേളയിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തരണം ചെയ്യേണ്ടി വന്നതായ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നാം മനസ്സിലാക്കുമ്പോൾ അത് ദഅവത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ ധാരാളം പാഠമുണ്ട് എന്നതും പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സീറത്തു നബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായി അകന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ല, ജീവിതവുമായി തൊട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്നർത്ഥം. എന്നാൽ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ഇത്തിബാ, അവരോടുള്ളതായ പരിപൂർണ തുടർച്ച നമുക്ക് ലഭിക്കാൻ നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ഇഖ്തിദാ നമ്മിൽ കരഗതമാക്കാൻ വളരെ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ മനസ്സിലാക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ പഠിക്കുന്ന വേളയിൽ നമുക്ക് നബിയോടുള്ളതായ മഹബത്ത് വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നമുക്ക് അവരുടെ വ്യക്തിത്വത്തിലേക്ക് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇങ്ങനെ അവരെക്കുറിച്ചുള്ളതായ മഹബത്ത് വർദ്ധിക്കുന്നു. ഇത് തന്നെയായിരുന്നു പണ്ട് തന്നെ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ സലഫ് സാലിഹ്യങ്ങളിൽ കണ്ടത്. അവര് നബിയിലേക്ക് അടുക്കുമ്പോഴെല്ലാം, നബിയുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം, നബിയോട് കൂടിയിരിക്കുമ്പോഴെല്ലാം, നബിയിൽ നിന്നിട്ട് അവര് ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നബിയോടുള്ളതായ സ്നേഹം അവരിൽ വർദ്ധിക്കുന്നു എന്നതാണ് നാം കണ്ടത്. മറ്റു ഭൗതിക നേതാക്കളെ പോലെയല്ല നബിമാരുടെ സ്ഥിതി, പ്രത്യേകിച്ച് നമ്മുടെ ദൂതരുടെ സ്ഥിതി. എല്ലാ നബിമാരും അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ അവൻ സെലക്ട് ചെയ്ത വിഭാഗമാണ് നബിമാർ എന്ന് പറഞ്ഞാൽ, അഥവാ ദൂതന്മാരെന്ന് പറഞ്ഞാൽ. എന്നാൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര ആധുനിക അല്ലെങ്കിൽ ഭൗതിക നേതാക്കളെ പോലെയല്ല. ഭൗതിക നേതാക്കൾ നിന്നിട്ട് പലരും നമുക്കറിയാവുന്നതുപോലെ അവരിലേക്ക് നാം അടുക്കുമ്പോഴെല്ലാം അവരുടെ വീഴ്ചകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അവരുടെ കുറവുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ വീഴ്ചയും കുറവും മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അവരോട് അടുക്കലല്ല വരിക, അവരോട് അകലലാണ് വരിക. അതല്ല നമ്മുടെ ദൂതരുമായിട്ട് നമുക്ക് കൂടുതൽ സ്നേഹവും കൂടുതൽ ബന്ധവും ഉണ്ടാവാൻ നമ്മെ സഹായിക്കുന്നതായ ഒരു ഭാഗമാണ് നബിയുടെ സീറ, നബിയുടെ ഹിസ്റ്ററി, നബിയുടെ അഖ്ലാഖ്, നബിയുടെ ശമായില്, നബിയുടെ സിഫാത്ത് എന്ന് പറയുമ്പോൾ. അതെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പോടുകൂടി അതിനു മുമ്പ് അതിനുശേഷം ഉത്ഭവിച്ചതായ ധാരാളം മുഅ്ജിസാത്തുകളുണ്ട്. മുഅ്ജിസാത്ത് എന്ന് പറയുമ്പോൾ നബി വന്ന ശേഷം നബിക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ് മുഅ്ജിസാത്ത് എങ്കിലും, മുഅ്ജിസാത്ത് എന്ന് പേര് വെക്കാറുണ്ടെങ്കിലും അതിനു മുമ്പുള്ളതായ അത്ഭുത സംഭവങ്ങൾ നബിയുടെ വരവേൽപ്പിലേക്ക് കേൾക്കാൻ പോകുന്നത് പോലെ സൂചിപ്പിക്കുന്നതായ ആ സംഭവത്തെക്കുറിച്ച് ഇർഹാസാത്ത് എന്നാണ് പറയുക. എന്താണ് ഇർഹാസാത്ത് എന്നാണ് പറയുക? അതേ അർത്ഥം തന്നെയാണ് യഥാർത്ഥത്തിൽ അത്ഭുതമായിട്ട് അത്ഭുതമുദിക്കുന്ന സംഭവമായിട്ടാണ് നബിക്ക് നുബുവത്ത് കിട്ടിയ ശേഷം ഈ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലൂടെ മദീനയിലൂടെ അതിൻ്റെ പരിസരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊണ്ടുവന്നതായ തൗഹീദ് സ്ഥാപിക്കുന്ന വേളയിൽ തെളിവായി നിരത്തി വെച്ചതായ ഭാഗങ്ങൾ. സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ ഈമാന് നേടാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ ഈമാന് വളരാനും ഈമാന് ശക്തിയുള്ളതായി മാറാനും നമുക്ക് തഖ്വ വർദ്ധിക്കാനും ഒക്കെ സഹായകമാകുന്നു നബിയുടെ സീറ എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദായികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല നബിയുടെ സീറ. നബിയുടെ സീറ അവരുടെ കൂടപ്പറപ്പായി മാറേണ്ടതാണ്. നബിയുടെ സീറ
ദാഇകളുടെ, പ്രബോധകന്മാരുടെ, പ്രവർത്തകന്മാരുടെ, മതത്തിൽ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നവരുടെ, രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നവരുടെ, മതത്തിന് വേണ്ടി, മതപ്രചരണത്തിന് വേണ്ടി, മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരുണ്ടോ അവരിലെല്ലാം സീറത്തുൻ നബി ഉണ്ടായിരിക്കേണ്ടതാണ്, സീറത്തുൻ നബി പഠിച്ചിരിക്കേണ്ടതാണ്, സീറത്തുൻ നബി നടപ്പാക്കി ഇരിക്കേണ്ടതാണ്, സീറത്തുൻ നബിക്ക് അവര് ചിഹ്നമായി മാറേണ്ടതാണ് ദാഇകൾ. യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്ന നേരെ വിപരീതമാണ്. നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധം പറയുന്നു, ദാഇകളാണെന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് അവരുടെ വ്യക്തി ജീവിതം നോക്കിയാൽ, അവരുടെ സാമൂഹിക ജീവിതം നോക്കിയാൽ, അവരുടെ സാമ്പത്തിക ജീവിതം നോക്കിയാൽ, അവരുടെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ, അവരുടെ സ്വകാര്യ ജീവിതം നോക്കിയാൽ, അവരുടെ ഇടപാടുകൾ നോക്കിയാൽ, പലതും നോക്കുന്ന വേളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വളരെ ചേഞ്ച്, വളരെ വ്യത്യാസം റസൂലുള്ളാഹിന്റെ ജീവിതവുമായിട്ട്, റസൂലുള്ളാഹിന്റെ സീറയുമായിട്ട്, റസൂലുള്ളാഹിന്റെ അഖ്ലാഖുമായിട്ട്. അരുത്, അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. ദാഇകൾ പ്രബോധകന്മാർ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാകുമ്പോൾ റസൂലുള്ളാഹിയെ കുറിച്ച് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചത് തന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ദൂതരിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, മെച്ചപ്പെട്ട മാതൃകയുണ്ട്. ആർക്കാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ, അല്ലാഹുവിനെയും പരലോകത്തെയും കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹുവിന്റെ പ്രീതി നേടണമെന്ന് ഉദ്ദേശിക്കുന്നവരും പരലോക മോക്ഷം നേടണമെന്ന് ഉദ്ദേശിക്കുന്നവരും ആരുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളമാണ് നബിയിൽ മാതൃക കണ്ടെത്തുക. അങ്ങനെയുള്ള ലക്ഷ്യം വെക്കാതെ വെറും കാനേഷ്മാരി മുസ്ലിമായി, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമായി മാത്രം ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമോ, അല്ലെങ്കിൽ ദായികളാണെന്ന് പേരിൽ പറഞ്ഞു നടക്കുന്ന നാമമാത്രം പണ്ഡിതന്മാരായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. കാരണം അവരത് നടപ്പാക്കാത്തവരാണ്, അവരത് ഉൾക്കൊള്ളാത്തവരാണ്, അത് അവരുടെ ജീവിതത്തിൽ തുറിച്ച് കാണുന്നതും അല്ല, ആ ഇനത്തിൽ നാം പെടാൻ പാടുള്ളതുമല്ല. നാം സീറത്തുൻ നബി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് കൂടുതൽ മുമ്പത്തതിനേക്കാളും കൂടുതൽ ബന്ധമുണ്ടായിക്കൊണ്ട് ഇരിക്കാനാണ് അത് നമുക്ക് പ്രചോദനം നൽകേണ്ടത്, അത് നമുക്ക് പാഠം പഠിപ്പിക്കേണ്ടത്. എന്ന് മാത്രമല്ല, സീറത്തുൻ നബി പഠിക്കാൻ വേണ്ടി മതവിദ്യാർത്ഥികളെപ്പോലത്തെ പ്രത്യേകിച്ച് രംഗത്തിറങ്ങുന്ന വേളയിൽ അവർക്ക് ഗ്രഹിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് യാഥാർത്ഥ്യം അറിയണം. ഇന്നത്തെ യുഗത്തിൽ നല്ലൊരു ശതമാനം, അൽഹംദുലില്ലാഹ്, നല്ലൊരു ശതമാനം സത്യം മനസ്സിലാക്കുമ്പോൾ, സീറ മനസ്സിലാക്കുമ്പോൾ, താരീഖ് മനസ്സിലാക്കുമ്പോൾ, ഹദീസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ, ഹദീസ് മനസ്സിലാക്കുന്ന പഠിക്കുന്നത് പോലെ തന്നെ സഹീഹ് ഏത്, സഹീഹ് അല്ലാത്തത് എന്ത്, ഇത് മനസ്സിലാക്കണം, അതിലൂടെ ഗ്രഹിക്കണം. അപ്പോഴോ നമുക്ക് നാം പഠിക്കുന്ന വിജ്ഞാനത്തിൽ, നാം പറയുന്ന വിജ്ഞാനത്തിൽ, നാം എഴുതുന്ന വിജ്ഞാനത്തിൽ, നാം പ്രബോധനം ചെയ്യുന്ന വിജ്ഞാനത്തിൽ ഒറിജിനാലിറ്റി ഉണ്ടാകുന്നു. അത് നല്ല ആധികാരികതയുള്ളതായി മാറുകയും ചെയ്യുന്നു. എപ്പോൾ അത് സഹീഹായി മാറുമ്പോൾ. അപ്പോൾ സഹീഹായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാതെ വെറും ഊഹാപോഹങ്ങളോ കഥകളോ അസാത്തിറുൽ അവലീനുകളോ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലല്ലോ. റസൂലുമായിട്ട് ബന്ധമുണ്ട് എന്ന് അത്തരം കാര്യത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമായിട്ട് പറയുകയാണെങ്കിൽ, ഹദീസായിട്ട് പറയുകയാണെങ്കിൽ, അത് തങ്ങാനാവാത്തതായ, അല്ലെങ്കിൽ സാധിക്കാത്തതായ മഹാപാപമായി മാറുന്നതാണ്. വന്തോഷത്തിൽ വന്തോഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് റസൂൽ പറയാത്തത് കൂട്ടിച്ചേർക്കുക എന്നത്. ഇപ്രകാരം തന്നെ നാം സീറ പഠിക്കുമ്പോൾ, ഞാൻ പെട്ടെന്ന് സീറയുടെ വിശേഷതകൾ, പേജുകൾ എഴുതപ്പെട്ടതിനെ വളരെ ഷോർട്ടാക്കുകയാണ്. ഒരു പേജിൽ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ. പേജുകൾ ഈ വിഷയത്തിൽ നമ്മുടെ നേതാക്കൾ, നമ്മുടെ മുഅല്ലിഫീങ്ങൾ, നമ്മുടെ മുഹദ്ദിസീങ്ങൾ, നമ്മുടെ മുഅർരിഖീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്, എന്തിനാണ് സീറ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത വേളയിൽ. എന്നാൽ അത് വളരെ ഷോർട്ടാക്കുകയാണ്. അവസാനമായി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയുന്നു, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ പഠിക്കുന്നതായ വേളയിൽ നമുക്ക് ഇത് തീയതികൾ പഠിക്കാനും, തബഖാത്തുകൾ പഠിക്കാനും, അപ്രകാരം തന്നെ നാസിഖ മൻസൂഖ് പഠിക്കാനും, അങ്ങനെ വിജ്ഞാനപരമായ കാര്യത്തിൽ ആഴത്തിലിറങ്ങി ആധികാരികതയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് കൽപ്പ്
വീണ്ടെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ സീറയിലൂടെ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തെ, അവരുടെ സിഫാത്തുകളെ, അവരുടെ അഖ്ലാഖുകളെ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നല്ലാതെ നേരെ മറിച്ചാണെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ, അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഇറാനിലൂടെയും ഇറാഖിലൂടെയും തുർക്കിയയിലൂടെയും ഈജിപ്തിലൂടെയും മറ്റു പല ദേശങ്ങളിലൂടെയും അപ്രകാരം പിൻകാലഘട്ടത്തിൽ ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ കടന്നു വന്നതായ ഹദ്റമികളായ ഷാഫി മദ്ഹബുകാരായ ആ വിഭാഗത്തിലൂടെയുമെല്ലാം ഉണ്ടാക്കപ്പെട്ടതായ പല പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നല്ല പ്രവർത്തനം പ്രവർത്തിച്ചിട്ടുണ്ട്. നന്നായിട്ട് അവർ മതത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മഖ്ദൂമികളാവട്ടെ, അവരുടെ കുടുംബങ്ങളാവട്ടെ, അവർക്ക് ശേഷം ജീവിച്ചവരാവട്ടെ, എല്ലാവരും പ്രവർത്തിച്ചവരാണ്. പക്ഷെ അവിടെയെല്ലാം അവര് ആധികാരികത നൽകപ്പെടുന്ന രൂപത്തിലുള്ളതായ ഗ്രന്ഥരചനം രചിക്കുമ്പോൾ ഹദീസ് സഹീഹാണോ ലഈഫാണോ, ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, അപ്രകാരം സീറ ലഈഫാണോ സഹീഹാണോ എന്നത് വേർതിരിച്ചറിയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത് പഠിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത് എഴുതുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇതിലെല്ലാം പലരിലും നന്നായി പ്രകടമായി വീഴ്ച കാണുന്നുണ്ട്. ആ വീഴ്ച നകറ്റാലേ തീരൂ. അവർക്ക് വീഴ്ചയുണ്ടായി എന്നതുകൊണ്ട് അവരെ നാം താഴ്ത്തി പറയുകയല്ല. അവരിൽ പലരും നല്ല ഉദ്ദേശക്കാരുണ്ടായിരിക്കാം, നന്നായി സേവനം ചെയ്തവരുണ്ടായിരിക്കാം. ഏതായാലും ഒരാളിലുള്ളതേ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനോ എഴുതാനോ പറയാനോ പ്രസംഗിക്കാനോ സാധിക്കുകയുള്ളൂ. ഫാഖിദു ശൈഇ ലാ യുഅ്തിഹി എന്നാണ് അറബി പഴമൊഴി. ഫാഖിദു ശൈഇ ലാ യുഅ്തിഹി, ഒരാളിൽ ഇല്ലാത്തത് മറ്റാൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഒരാളിൽ എന്തുണ്ട് അതേ മറ്റാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ, പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ, എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവരിൽ നിന്നിട്ട് ദീനി വിജ്ഞാനം അവരിൽ ഉണ്ടെങ്കിലും എല്ലാരെ കുറിച്ചല്ല. അങ്ങനെ പലരും കേരളത്തിൽ ഈ പഴയ കാലഘട്ടങ്ങളിൽ 5, 4, 3 അഥവാ നൂറ്റാണ്ട് മുമ്പ്, 5, 4, 3 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ജീവിച്ച വിഭാഗങ്ങളൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ പിൻകാലഘട്ടത്തിൽ സീറത്തുൻ നബി എന്ന പേരിൽ മൗലൂദ് ഗ്രന്ഥങ്ങൾ രചിച്ചു. മൗലൂദ് ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോഴും പ്രശ്നം അത് തന്നെയാണ് വന്നത്. അവർക്ക് കെട്ടുകഥയിൽ നിന്നിട്ട് മുക്തരാവാൻ പറ്റിയില്ല, കെട്ടുകഥ ഒഴിവാക്കാൻ പറ്റിയില്ല, വേണ്ടാത്ത തോന്നിവാസങ്ങൾ ഒഴിവാക്കാൻ പറ്റിയില്ല, റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറയാൻ പറ്റിയില്ല. നല്ല ഉദ്ദേശമായിരിക്കാം, ഉദ്ദേശം നന്നായിട്ട് കാര്യമില്ല. ഉദ്ദേശം നന്നാകുന്നതോടുകൂടി ഉദ്ദേശത്തിലേക്ക് എത്തുന്ന ആ റൂട്ടുകളും വഴികളും നന്നാവേണം എന്നതാണ് നമ്മുടെ തത്വം. ആരുടെ? ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന ഒരു തത്വം. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, സീറത്തുൻ നബി പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് നാം ഒരു മുഖവുര നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്രകാരം തന്നെ സീറത്തുൻ നബിയിൽ കൂടിയാണ് നമുക്ക് ഏത് മദനി, ഏത് മക്കി എന്നീ കാര്യങ്ങൾ, റസൂലുള്ളാഹിക്ക് മക്കയിൽ ഇറങ്ങിയ ആയത്ത്, മദീന ഇറങ്ങിയ ആയത്ത്, അത് ഘട്ടങ്ങൾ നോക്കിയിട്ട് റസൂലുള്ളാഹി ഹിജ്റ വന്ന ശേഷം ഇറങ്ങിയ ആയത്തുകൾക്ക് എന്ത് പറയും? മദനി എന്ന് പറയും. റസൂലുള്ളാഹി ഹിജ്റ വരുന്നതിന് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾക്ക് എന്ത് പറയും? മക്കി എന്ന് പറയും. അതാണ് മൊത്തത്തിൽ ജുംഹൂർ ഉലമാന്റെ നിഗമനം. എന്തേ? അതിൽ നിന്നിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നിട്ട് വിട്ടുനിൽക്കാൻ സഹായകമാകുന്നു. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഹജ്ജ് സീസണിൽ റസൂൽ ഹജ്ജിന് പോയപ്പോൾ മക്കയിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും അതിനെക്കുറിച്ച് എന്താ പറയുക? മദീന. എന്തേ? സൂറത്തുൽ മാഇദ പോലത്തെ അതിന് ചില ഭാഗങ്ങൾ എന്തേ? അത് മദീനയിൽ റസൂൽ വന്ന ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെതാകുന്നൊരു ധ്വനിയുണ്ട്, അതിൻ്റെതാകുന്നൊരു ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? മദീന തശ്രീഅ് വന്ന ശേഷം, മദീന നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവ നിർബന്ധമാക്കപ്പെട്ട ശേഷം ആണ് ആ ആയത്തുകൾ ഇറങ്ങുന്നത് എന്നാകുമ്പോൾ ആ ആയത്തുകൾക്ക് പ്രത്യേക ശൈലിയുണ്ട്, പ്രത്യേക ഇസ്തിലാഹുണ്ട്, പ്രത്യേക രൂപമുണ്ട് എന്നതുകൊണ്ട് ആ വ്യത്യാസങ്ങൾ, ആ ചേഞ്ചുകൾ സീറത്തുൻ നബി പഠിക്കുമ്പോഴാണ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നതുകൂടി ഇത്തരണത്തിൽ നാം കൂട്ടിച്ചേർത്ത് ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കാൻ അനിവാര്യമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ഇതെല്ലാം ഉള്ളതോടൊപ്പം ആഴത്തിലിറങ്ങി സീറത്തുൻ നബി പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ് സഹീഹായ അല്ലെങ്കിൽ സഹീഹത്തായ സീറയിലേക്ക് എത്തണമെന്ന നിർബന്ധം. റസൂലുള്ളാഹിനെ കുറിച്ച് വല്ലതും പറയുമ്പോൾ, റസൂലുള്ളാഹിന്റെ അഖ്ലാഖിനെ കുറിച്ച്, സിഫാത്തിനെ കുറിച്ച് പറയുമ്പോൾ, റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ അതിന് ഒറിജിനാലിറ്റി ഉള്ളതായിരിക്കണം എന്ന നിർബന്ധം ഒരാളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക?
ഇസ്രായേലിസത്തെ മാറ്റി നിർത്തേണ്ടി വരും. ഇസ്രായേലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലികളിലൂടെ വന്നത് ആയിക്കൊള്ളണമെന്നില്ല, കെട്ടിയുണ്ടാക്കപ്പെട്ട എന്ന അർത്ഥത്തിലേക്കും പറയപ്പെടാറുണ്ട്. തകലീബൻ പണ്ഡിതന്മാർക്കറിയാം ആ ശൈലി, മനസ്സിലായില്ലേ? കെട്ടിയുണ്ടാക്കപ്പെട്ടതിനും എന്ത് പറയപ്പെടാറുണ്ട്? ഇസ്രായേലിയാത്ത് എന്ന് പറയപ്പെടാറുണ്ട്. ഇസ്രായേലികൾ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചോളണമെന്നില്ല. അപ്പോൾ ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട, സീറയിൽ താരീഖിൽ കയറിക്കൂടിയതായ പല കരിഞ്ചന്തകളിൽ നിന്നിട്ട് മോചിക്കാൻ ശരിയായ സീറത്തുൻ നബി പഠിക്കുമ്പോൾ സാധിക്കുന്നതാണ് എന്നതാണ് പറഞ്ഞു വന്നത്. അപ്രകാരം തന്നെ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന അഥവാ റാഫിളികൾ പ്രചരിപ്പിക്കുന്നതായ ധാരാളം കെട്ടുകഥകളുണ്ട്, ധാരാളം അനാചാരങ്ങളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആരും ബേജാറാവേണ്ടതില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ നേതാക്കൾ വളരെ ക്ലിയറായിട്ട് ഹദീസിനെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ തന്നെ വളരെ ക്ലിയറായിട്ട് സീറയെയും അവർ സമർപ്പിച്ചു പോയിട്ടുണ്ട്. അതേ സീറയിൽ അവർ സമർപ്പിച്ചു പോയ പ്രയത്നങ്ങളിലും അവരുടെ പരിശ്രമങ്ങളിലും പെട്ടതാണ് അവർ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരുമ്പോൾ ഈ ചരിത്രം അത് അയാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ശക്തിയില്ല വന്ന റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ പല ശൈലിയിൽ അതിനെക്കുറിച്ച് ചരിത്രം തന്നെ ഹദീസിനെ കുറിച്ച് പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് നമ്മുടെ നേതാക്കളായ മുർരിഖീങ്ങൾ, ചരിത്ര ഗ്രന്ഥകർത്താക്കൾ എഴുതിപ്പോയിട്ടുണ്ട്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ട് അവസാനിച്ച് രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഹിജ്റ ഏകദേശം 212 മൂന്നാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് 212, അതുപോലെ തന്നെ 200 എന്നീ വർഷങ്ങളിലൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ കുതുബുദ്ദലായിൽ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ഭാഗമാണ്, അവർക്ക് അറിയുന്നതാണെങ്കിലും ഓർമ്മ പുതുക്കാനായി ദലാഇൽ നുബുവ എന്ന ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട് നൽകിയിട്ട് നമ്മുടെ നേതാക്കൾ പണ്ട് തന്നെ ഗ്രന്ഥം എഴുതിയിരുന്നു. അതിൽ ഏറ്റവും പഴക്കമുള്ളതായിട്ട് അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽപ്പെട്ടതാണ് മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഫറിയാബി എന്ന വ്യക്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 212 അദ്ദേഹം 212 മരിച്ചത്. 212 മരിക്കുമ്പോൾ ഏകദേശം രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ ഏകദേശം 140-150 എന്നീ വർഷങ്ങളിൽ ആ കാലഘട്ടത്തിലാണ് ഗ്രന്ഥരചനം ഉമ്മത്ത് മുഹമ്മദ് ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട്. ദലായിലുൽ ഖൈറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം, അല്ലെങ്കിൽ ദലായിലുൻ നുബുവ എന്ന ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതായ തീയതിയിൽ തന്നെ എന്ന്. എന്നാൽ അതുപോലെ തന്നെ കുതുബു ശമാഇൽ വസിഫാത്ത് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ടല്ലോ. നബിയുടെ ജീവിത രീതി, ജീവിത ശൈലി, അഖ്ലാഖ്, സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററിക്കലായ രൂപങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുന്നതായ ഗ്രന്ഥങ്ങൾ ആദ്യമായിട്ട് എഴുതപ്പെട്ടതാണ് അബുൽ ബുഖ്തരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ. വഹബുൽ അസദി എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടുക. ഹിജ്റ 200 മരിച്ചത്. ഇപ്പോൾ 1437 ഹിജ്റ. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ 237 മുമ്പാണ് അയാൾ മരിക്കുന്നത്. 1237 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും അപ്രകാരം തന്നെ മൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കം 200 പറഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ട് അവസാനിച്ചു, മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിൽ മരിച്ച അവരൊക്കെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പിന്നെ അസ്സീറ വൽ മഗാസി എന്ന പേരിൽ പിൻകാലഘട്ടത്തിൽ വന്നതായ ഗ്രന്ഥകർത്താക്കൾ ധാരാളം ഓരോ ഈ പേരിൽ തന്നെ ഗ്രന്ഥരചനമുണ്ടാക്കി എന്ന് മാത്രമല്ല, അതിന് പുറമെ നബിയുടെ സീറ ഉൾക്കൊള്ളുന്നതായ മഗാസി വേറെ, സീറ വേറെ, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഹദീസുകൾ വേറെ, വെവ്വേറെയായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നോക്കിയാൽ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, നസായി, തുർമുദി പോലത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ, അതുപോലെയുള്ളതായ ഏത് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ബഹുഭൂരിപക്ഷം ഗ്രന്ഥങ്ങളിലും മഗാസിയെക്കുറിച്ച് പ്രത്യേകം, മനാഖിബുകളെക്കുറിച്ച് പ്രത്യേകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയെക്കുറിച്ച് ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ, ഹദീസുകൾ പ്രത്യേകം. ഇതെല്ലാം നമുക്ക് മാനദണ്ഡമായിട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ പണ്ട് എഴുതി വെച്ച് പോയതായ ഭാഗങ്ങളെ കുറിച്ചാണ് സൂചന നൽകപ്പെട്ടത്. അതിൻ്റെ പരിപൂർണതയോ അതിൻ്റെ വിശാലതയോ അല്ല ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. മുഖവുര എന്ന പേരിൽ മാത്രം ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നതേ ഉള്ളൂ.
എന്നാൽ സഹോദരന്മാരെ, സഹോദരികളെ, ഏതായാലും ഇരിക്കട്ടെ, ഒന്നാം നൂറ്റാണ്ട്, രണ്ടാം നൂറ്റാണ്ട്, മൂന്നാം നൂറ്റാണ്ട് എന്നീ നൂറ്റാണ്ടുകളിലെല്ലാം ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മക്ക മദീന ചരിത്രം, ഹജ്ജ് ഉംറ വിശദീകരണങ്ങൾ, നബിയുടെ ചരിത്രം എന്നീ ഭാഗങ്ങൾ കുറിക്കുന്നതായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് മാത്രം 1000-ൽ പരം ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഉൾക്കൊള്ളുന്നതായ ഫഹ്റസ് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അത്രയും വിശാലമാണ് ഈ വിജ്ഞാനം, അത്രയും വിശാലമാണ് ഇൽമ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. സഹോദരന്മാരെ, എന്നാൽ ഇതിൽ ഇപ്പോൾ ആധികാരികത നൽകപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് സീറയുടെ പേരിൽ മാത്രം രചിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, നസായിലുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതല്ലാതെ പ്രത്യേകം സീറ ഗ്രന്ഥമായിട്ട് തന്നെ രചിക്കപ്പെട്ടതായ, സീറയുടെ ഗ്രന്ഥമായിട്ട് തന്നെ രചിക്കപ്പെട്ടതായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മഹാനായ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചതായ ഗ്രന്ഥത്തെ മഹാനായ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ പഴയ ഈ 3-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പ്രശസ്ത രചനങ്ങളും ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നതും മത പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഉപയോഗിച്ചു വരുന്നതുമായ പല നിലക്കും അതെ ലഈഫായ ശേഷികെട്ട പല കാര്യങ്ങൾ അതിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിലും ഈ യുഗത്തിലൊക്കെ അത് വളരെ ക്ലിയറായിട്ട് അതിൽ ഏതൊക്കെ ശരി, ഏതൊക്കെ തെറ്റ്, ഏതൊക്കെ സഹീഹ്, ഏതൊക്കെ ദഈഫ് എന്നീ വിശദീകരിക്കുന്നതായ തഹ്ഖീഖ് നടന്ന ഗ്രന്ഥങ്ങൾ തന്നെ പട്ടണത്തിൽ ലഭിക്കും. അതുകൊണ്ട് മതവിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നിട്ട് അവർക്ക് മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി പഠിക്കേണ്ട ഭാഗമാണ് അവർ സീറ നബവിയ്യ പരിശോധിക്കുന്ന വേളയിൽ ആധികാരികത കുറിക്കുന്ന ഗ്രന്ഥങ്ങളിലേക്കാണ് അവർ ചെല്ലേണ്ടത്. അപ്പോൾ അവർ പ്രസംഗിക്കുന്നതിലും അവർ ദഅവത്ത് നടത്തുന്നതിലും അവരുടെ ജീവിത രീതിയിലും ചേഞ്ച് ചെയ്യുവാനും അതിലെല്ലാം അവർക്ക് ഇത്മിനാനുൽ ഖൽബ് ലഭിക്കാനും അവരെ സഹായിക്കും എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കണ്ണിലുണ്ണിയായ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വറഹ്മത്തുൽ ലിൽ ആലമീനായ ഈ നാട്ടിൽ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സെലക്ട് ചെയ്തത് യഥാർത്ഥത്തിൽ പണ്ട് തന്നെ അവൻ തീരുമാനിച്ച അസലിയായ അവൻ്റെ ആ കിതാബിൽ രേഖപ്പെടുത്തിയതനുസരിച്ചിട്ട് കേൾക്കാൻ പോകുന്നത് പോലെ ഏറ്റവും ഉയർന്നതായ തറവാട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഅ്ലാ നസബിൽ ഉയർന്ന തറവാട്ടിലാണ് അള്ളാഹ് സെലക്ട് ചെയ്തത്. എന്തേ? അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, നബിയെക്കുറിച്ചും മറ്റ് നബിമാരെക്കുറിച്ചും എല്ലാം ഉള്ളതായ സംസാരമാണത്. അല്ലാഹു അഅലമു ഹൈതു യജ്അലു റിസാലത, അള്ളാഹ്ക്കറിയാം അവൻ റിസാലത്ത് നൽകേണ്ടത് ആർക്കാണ്, അവന്റെ റിസാലത്തിനെ ആരിലൂടെ നൽകണം, ആർക്ക് നൽകണമെന്നത് അള്ളാഹ്ക്കറിയാം. അഥവാ അള്ളാഹ് സെലക്ട് ചെയ്യുന്നതിൽ പഴിച്ചു പോകുന്നതല്ല, അർഹപ്പെട്ട ആൾക്കേ സെലക്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. ബുഖാരിയിൽ കാണാം, മഹാനായ അബൂ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് ഹിറക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നതായ ഒരു സംഭവത്തെക്കുറിച്ച്, അദ്ദേഹം കാഫറായിരുന്ന അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ നിൽക്കേണ്ടി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഇവിടുന്ന് അയച്ചതായ എഴുത്ത്, അതിനെക്കുറിച്ച് വിശദീകരണം കേൾക്കാൻ വേണ്ടി ഇവിടെ അഥവാ മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ട നാടാകുന്ന മക്കക്കാരെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് ഹിറക്കൽ ചക്രവർത്തി അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ തലസ്ഥാനമോ അല്ലെങ്കിൽ ആസ്ഥാനമോ അവിടെയായിരുന്നു, എവിടെ ഷാമിലായിരുന്നു. അങ്ങനെ അവിടെയുള്ള ബിസിനസ്സുകാരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരപ്പെട്ടു. ആരെ? അബൂ സുഫിയാനെയും കൂട്ടുകാരെയും ബിസിനസ്സുകാരാണവർ. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുന്നു, അബൂ സുഫിയാനോട് ബുഖാരിയിലുള്ള ഹദീസാണ്, നമ്മൾ പണ്ടേ കേട്ട് മനഃപ്പാടമാക്കിയ ഹദീസല്ലേ, 7-ാം നമ്പർ, എത്ര ദൂരം പോകേണ്ടതില്ല, മനഃപ്പാടാക്കാൻ പ്രയാസമില്ല. ബുഖാരിയിൽ 7-ാം നമ്പർ ഹദീസ്. ആ ഹദീസിൽ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വരപ്പെട്ട നബിയാണെന്ന് വാദിക്കുന്ന ആ മുഹമ്മദ്, അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ പേരും പെരുമയും എടുത്ത തറവാട്ടുകാരനാണോ അല്ലെങ്കിൽ സാധാരണക്കാരനാണോ എന്ന് ചോദ്യം.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കളവ് പറയാൻ പറ്റൂലല്ലോ, കാരണം പറഞ്ഞ അവിടെ വഷളമാകും. മുമ്പിൽ എല്ലാവരും നിർത്തിയിരിക്കുകയാണ് മൂപ്പരുടെ തന്നെ കൂടെ പോയതായ വയസ്സനസുകാരെ. അപ്പോൾ മൂപ്പര് കാഫറാണ്. ആ സമയത്ത് മൂപ്പർക്ക് കളവ് പറയാൻ പൂതിയൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ച് ഇത് കുറവുള്ള വല്ലതും പറയണമെന്നൊക്കെ പൂതിയുണ്ട്. മൂപ്പര് തന്നെ പറയാണ്. ഇത് വിശദീകരിച്ചപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാമെന്ന്, എന്നെ കൊണ്ട് സാധിച്ചില്ല. അവസാനം ഒരു കാര്യം മാത്രം കൂട്ടിച്ചേർത്തതേ ഉള്ളൂ. അതെന്താണ്? നിങ്ങളോട് അദ്ദേഹം ഉടമ്പടി ചെയ്താൽ അത് പാലിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ പാലിച്ചിട്ടുണ്ട്, അതിലൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളും അദ്ദേഹവും ഇപ്പോൾ ഉടമ്പടിയിലാണ്, ഇപ്പോൾ കരാറിലാണ്. എന്ത് കാട്ടും ഭാവിയിലെന്ന് പറയാൻ പറ്റൂല. ഇത് ഭാവിയിൽ എന്ത് കാട്ടുമെന്ന് അന്ന് കളവരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഭാവിയിൽ എന്ത് കാട്ടും, അത് ശരിക്ക് ആ വാഗ്ദാനം പാലിക്കുമോ ഇല്ലേ എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയും പോലെ. ഏതായാലും ഇരിക്കട്ടെ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ചത് ആരാണ്? ഹിറഖൽ ചക്രവർത്തിയാണ്. ആ ചോദ്യം സഹീഹ് ബുഖാരിയിലാണ്. ചോദ്യം എന്താണ്? തറവാട് ഇതിനെ കുറിച്ചാണ്. അപ്പോൾ മഹാനായ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങളിൽ കൊള്ളുന്ന പേരെടുത്ത ഉയർന്ന തറവാട്ടിലാണ് അദ്ദേഹമെന്ന്. എന്നിട്ട് അബൂ സുഫിയാന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവസാനം മറുപടി പറയുന്നു. ഹിറഖൽ ചക്രവർത്തി ഈ ചോദ്യങ്ങളൊക്കെ അബൂ സുഫിയാനോട് ചോദിച്ച മറുപടി കേട്ട ശേഷം മൂപ്പർ വിശദീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇങ്ങനെ, നിങ്ങൾ മറുപടി പറഞ്ഞു ഇങ്ങനെ. അങ്ങനെ ഓരോന്നിനും ഓരോ ചോദ്യത്തിനുള്ള മറുപടിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ, എന്തേ ഞാൻ ചോദിച്ചത്, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു. എന്ത്? അദ്ദേഹത്തിന്റെ തറവാട്ടിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഹുവ ഫീനാ ദൂ നസബ്, ഞങ്ങളിൽ ഉയർന്ന തറവാട്ടുകാരനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹിറഖലിന്റെ താരീഖ് കേൾക്കുക, നിരൂപണം എന്താണ്? എല്ലാ മുർസലുകളും പണ്ട് തന്നെ ഉയർന്ന തറവാട്ടിലാണ് അയക്കപ്പെടാറുള്ളത്. കാരണം മൂപ്പര് തൗറാത്ത് മനപ്പാടുള്ള ആളാണ്. മൂപ്പര് ഒരു മതത്തിന്റെ ഉടമയാണ്, ഒരു ഗ്രന്ഥത്തിന്റെ ഉടമയാണ്. മൂപ്പർക്ക് അറിയാം മറ്റു നബിമാരെ കുറിച്ച് എന്ത് പറഞ്ഞു അള്ളാഹു തൗറാത്തിൽ എന്ന്. അതുകൊണ്ട് മൂപ്പർക്കുള്ള വിവരമനുസരിച്ച് മൂപ്പർ പറയുന്ന ശൈലിയാണ്. ബുഖാരിയിൽ 7-ാം നമ്പർ ഹദീസിൽ കാണാം, നിങ്ങളുടെ കൂട്ടുകാരനാകുന്ന മുഹമ്മദ് ഉയർന്ന തറവാട്ടുകാരനാണെന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല. ഇത് അദ്ദേഹം നബിയാണ് എന്നതിലേക്ക് തെളിവാണ് എന്ന് സൂചന നൽകും പോലെ. കാരണം ഹദീസിന്റെ സമാപനത്തിൽ കാണുന്നു, ഈ ഹിറഖൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമായിരുന്നേനെ, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മൂപ്പരുടെ കാല് കഴുകാൻ വരെ ഞാൻ തയ്യാറാണ് എന്നീ ശൈലിയിലൊക്കെ അവസാനം സംസാരിച്ചു എന്ന് ഹദീസിന്റെ സമാപനത്തിലുണ്ട്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം റസൂലുള്ളാഹി ഉയർന്ന തറവാട്ടിൽപ്പെട്ട ആളാണെന്ന് ബുഖാരിയിൽ കാണുന്നു. ഇന്നല്ലാഹ ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ, കിനാന എന്ന വ്യക്തിയെ ഇസ്മായിൽ എന്ന കുടുംബത്തിൽ നിന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തത്. വസ്തഫ ഖുറൈശം മിൻ കിനാന, എന്നാൽ ഖുറൈശിനെ സെലക്ട് ചെയ്തത് കിനാനയിൽ നിന്നിട്ടാണ്. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, അപ്രകാരം തന്നെ ഖുറൈശിനെ സെലക്ട് ചെയ്തത് ബനു ഹാഷിമിൽ നിന്നിട്ടാണ്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ഖുറൈശ് അല്ലെങ്കിൽ ഖുറൈശിൽ നിന്നിട്ടാണ് ബനു ഹാഷിമിനെ സെലക്ട് ചെയ്തത്. അപ്രകാരം തന്നെ അപ്പോൾ വലത് ഇസ്മായിൽ നിന്നിട്ട് നല്ലവരിൽ നിന്നിട്ട് ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളതായ തറവാട്ടുകാരിൽ നിന്നിട്ട് തന്നെ പണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. അത് റസൂലുള്ളാഹി തന്നെ പറയുന്നു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം, ആദമിന്റെ കാലഘട്ടം മുതൽ ഓരോ ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഉത്തമ ഘട്ടങ്ങളിലാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ഞാൻ വന്നത് ഉയർന്ന ഘട്ടമാണ്, കാലമാണ്, കർണാണ്. അതായത് റസൂലുള്ളാഹി ഇവിടെ പൂജാതനായ ഖൈറുന്നാസി ഖർനീ, ജനങ്ങളുടെ കർണുകളുടെ കൂട്ടത്തിൽ, കർന്ന് പറഞ്ഞാൽ കാലഘട്ടം, കാലങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ കാലഘട്ടങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമ കാലഘട്ടം ഏതാണ്? കർണീ, ഞാൻ പൂജാതനാക്കപ്പെട്ട, ഞാൻ ജീവിച്ച, എന്നെ നിയോഗിക്കപ്പെട്ട, എന്നെ ദൂതരായിട്ട് നിയോഗിക്കപ്പെട്ട ഈ കർണാണ്, ഈ കാലഘട്ടമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വളരെ സഹിഹായ ബുഖാരിയിൽ, അപ്രകാരം മുസ്ലിമിൽ, അപ്രകാരം സഹിഹായ ഹദീസിൽ വന്നതായ ഭാഗങ്ങളാണ്. ഇതുവരെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂനസബാണ്, ഉയർന്ന തറവാട്ടുകാരനാണ് എന്ന് തെളിയിക്കുന്ന ഭാഗം. എന്നാൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പ ആരാണ്? അബൂ താലിബ് പേരെടുത്ത സാഹിത്യകാരനും കവിയൊക്കെയാണ്, നല്ല ബുദ്ധിശാലിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചില്ല. അദ്ദേഹം തൗഹീദ് ഉൾക്കൊണ്ടില്ല. അവസാനം അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കേണ്ടതായ ഗതികേട് മൂപ്പർക്കുണ്ടായി. അതൊക്കെ നമ്മുടെ ചർച്ചയിൽപ്പെട്ടതല്ല. പക്ഷേ അബൂ താലിബ് അദ്ദേഹം അഭിമാനിച്ചിരുന്നു മുഹമ്മദ് അവരുടെ കുടുംബ മെമ്പറാണ് എന്നതിൽ. അത് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മഹാനായ അൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ വളരെ ഊന്നിപ്പറയുന്ന ഒരു ശൈലിയാണ്. ഇദാ ജിതമഅത് ഖൗമൻ ഖുറൈശുൻ ലിമഫ്ഖരിൻ ഫഅബ്ദു മനാഫിൻ സിർറുഹാ വസമീമുഹാ വഇൻ ഹസലത് അശ്റാഫു عبد منافها ففي هاشم أشرافها وقديمها وإن فخرت يوما فإن محمدا هو المصطفى من سرها وكريمها. ഇത് അറബികളൊക്കെ പലപ്പോഴും അഭിമാനം പറയാൻ വേണ്ടി അൽഹാഖുമുത്തകാസിർ എന്ന സൂറത്തിന്റെ വിശദാംശം നൽകിയും കൊണ്ട് ആ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ക്ലാസ് നടന്നിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ദാറുൽ ഹദീസ് പള്ളിയിൽ വെച്ചിട്ട്. അവിടെയെല്ലാം നാം അറബികൾ അഭിമാനം പറയാറുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ എവിടെ സമ്മേളിച്ചാലും അവര് ജാഹിലിയ കാലഘട്ടത്തിൽ കള്ള് കുടിച്ച് അവര് മതിക്കുന്ന സമയത്തിൽ കവിതകൾ പാടുന്ന സന്ദർഭത്തിൽ തറവാട് പൊക്കി പറയും. ഓരോരുത്തരും എൻ്റെ തറവാട്, എൻ്റെ തറവാട്, എൻ്റെ തറവാട് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പറയും. അങ്ങനെ വല്ലപ്പോഴും ഖുറൈശുൻ ഖൗമ എന്ന അർത്ഥത്തിലേക്ക് ഖുറൈശ് സമൂഹം എപ്പോഴെങ്കിലും സമ്മേളനം കൂടിയാൽ അവരുടെ മഫ്ഖർ പറയാൻ, അവരുടെ അഭിമാനം എണ്ണി പറയാൻ, ഫഅബ്ദു മനാഫിൻ സിർറുഹാ വസമീമുഹാ, റസൂലുള്ളാഹിന്റെ കുടുംബമാകുന്ന അബ്ദു മനാഫാണ് അതിന്റെ രഹസ്യം. അതിന്റെ രഹസ്യം അവിടെ നിൽക്കുന്നത്. അതിന്റെ അഭിമാനം അവരിലാണ്, അതിന്റെ യഥാർത്ഥ ചിഹ്നം അതിലാണ്. അപ്രകാരം തന്നെ വൈൻ ഹസലത്ത് അശ്റാഫു അബ്ദി മനാഫിഹാ ഫഫീ ഹാശിമിൻ അശ്റാഫുഹാ വഖദീമുഹാ. എന്നാൽ ഈ ബനു അബ്ദു മനാഫിന്റെ ആ പ്രത്യേകത എവിടെയാണ് നിൽക്കുന്നത്? ഹാഷിമിലാണ്, ഹാഷിം കുടുംബത്തിലാണ്. എന്നാൽ വൈൻ ഫഖറതി യൗമൻ ഫഇന്ന മുഹമ്മദൻ ഹുവൽ മുസ്തഫ മിൻ സിർരിഹാ വകരീമിഹാ. എന്നാൽ ഹാഷിം കുടുംബമാകുന്ന ആ കുടുംബത്തിന്റെ ഫഖർ പറയുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിൽ മുഹമ്മദ് ജനിച്ചു എന്നതാണ്. അതിൽ മുഹമ്മദ് അതിന്റെ ഒരു മെമ്പറാണ് എന്നതാണ്. അപ്പോൾ ഇത് ആരാണ്? ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച, ഇസ്ലാം ഉൾക്കൊള്ളാത്ത, റസൂലുള്ളാഹിനെ കണ്ട് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാൻ ഭാഗ്യം ലഭിക്കാത്തതായ മനുഷ്യരായതോടുകൂടി റസൂലുള്ളാഹിനെ കൊണ്ട് പറഞ്ഞ് അഭിമാനിച്ചതായ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചുരുക്കത്തിൽ ഇതുവരെ പറഞ്ഞു തന്നിട്ട് നാം പഠിച്ചു വന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തറവാട് ഉയർന്നതിൽ ഉയർന്ന തറവാടാണ് എന്ന് നാം പഠിച്ചു. സഹീഹായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരം വിഷയത്തിൽ ധാരാളം ഹദീസുകൾ, ധാരാളം ഹിസ്റ്ററിക്കലായിട്ട് കഥകളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി കാണാം. പക്ഷേ അതിൽ നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതും വളരെ സഹിഹായതുമായ ഹദീസുകളെയാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. അക്കൂട്ടത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ അബൂ താലിബിന്റെ അല്ലേ, അബൂ താലിബിന്റെ പദ്യം. അപ്പോൾ അബൂ താലിബിന്റെ പദ്യവും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ സഹിയായെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അത് ചരിത്ര ഗ്രന്ഥത്തിൽ ഉള്ളതായ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത പറയുന്നത്. അതിനെക്കുറിച്ച് ഹദീസ് പറയാൻ പറ്റുമല്ലോ, കാരണം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ അബൂ താലിബ് പാടിയതായ പാട്ടിൽപ്പെട്ടതാണ്. എന്നാൽ
നിങ്ങൾ കേട്ടു അല്പം മുമ്പ് അള്ളാഹുവിൻ്റെ വാക്ക്. അതെന്താണ്? അള്ളാഹു അഅലം ഹൈസു യജഅലു റിസാല. അള്ളാഹുവിനറിയാം എവിടെയാണ് റിസാലത്ത്, ആർക്കാണ് റിസാലത്ത്, ആരെയാണ് നബിയാക്കേണ്ടത്, ആരെയാണ് ദൂതരാക്കേണ്ടത് എന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹപ്പെട്ട വ്യക്തിയായതുകൊണ്ട് അവരെ സെലക്ട് ചെയ്തതാണ് എന്ന്. എന്നാൽ ബുഖാരിയിൽ കാണുന്നു 3851 നമ്പർ ഹദീസിന്റെ മുമ്പിലായിട്ട് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹുവ മുഹമ്മദ് നബി. ആര്? ഹുവ എന്ന് പറഞ്ഞാൽ ലമീർ റസൂലുള്ളാഹിലേക്കാണ്. കാരണം നബിയുടെ ബേസത്തിനെ കുറിച്ചാണ് ചർച്ച, അതാണ് ബാബ്. എന്നാൽ ആരാണ് മുഹമ്മദ് നബി? അബുൽ ഖാസിം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു ഖുസൈമത്ത് ഇബ്നു മുദ്രികത്ത് ഇബ്നു ഇല്യാസ് ഇബ്നു മഅദ് എന്നും വായിക്കാം, മഅദ് ഇബ്നു അദ്നാൻ, അബ്ദുല്ലാഹ്, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറ, കഅബ്, ലുഅയ്, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നദർ, കിനാന, ഹുസൈമ, മുദ്രിക, ഇല്യാസ്, മുദർ, നിസാർ, മഅദ്, അദ്നാൻ. ഇതാണ് ബുഖാരിയിൽ ഞാൻ കേൾപ്പിച്ചതായ നമ്പർ. ഹദീസിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ ആ ഹദീസിൻ്റെ മുമ്പ് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തഅലീഖായി പറയുന്ന കാണാം, നബിയുടെ നസബ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇത് അബ്ദുൽ മുത്തലിബ് സദ്യ ഉണ്ടാക്കിയതാണ്. സീറയുടെ ഗ്രന്ഥങ്ങളിലുള്ളതായ ഭാഗമാണ്. അതിനെ സഹിയാക്കിയിട്ടില്ലെങ്കിലും അത് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥലം പിടിച്ചതുകൊണ്ടും അത് മുർസലായിട്ട് വാരിതായിട്ടുണ്ട് എന്ന് മഹാത്മാക്കളാകുന്ന മുഹദ്ദിസുകൾ പറഞ്ഞതുകൊണ്ടും ഇമാം ബൈഹഖി അവരുടെ ദലായിൽ അൽ നുബുവയിൽ വിശദീകരിച്ചതുകൊണ്ടും നമുക്ക് പരിപൂർണത മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വേളയിൽ സദ്യ ഉണ്ടാക്കി. അവിടെ ആര്? അബ്ദുൽ മുത്തലിബ് സദ്യ ഉണ്ടാക്കി. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ജനങ്ങൾ ചോദിച്ചു, കുട്ടിക്ക് എന്താണ് നാമം, പേര് വെക്കാൻ തീരുമാനിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് ഞാൻ നാമം വെക്കാൻ തീരുമാനിച്ചത് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ തറവാട്ടിൽ ബനു ഹാഷിമിലോ ബനുൽ മുത്തലിബിലോ ആരും തന്നെ വെക്കാത്തൊരു പുതിയ പേരാണല്ലോ അത്, അതിനെന്താ നിങ്ങൾ സെലക്ട് ചെയ്തത്? അപ്പോൾ മൂപ്പര് പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെടണം ആ കുട്ടിയെ. മുഹമ്മദ് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ആളെന്ന്. അപ്പോൾ ആകാശത്തിലും സ്തുതിക്കപ്പെടണം, ഭൂമിയിലും സ്തുതിക്കപ്പെടണം, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകിയെന്നാണ്. എന്നാൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ച 20 പേര് മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇതാണ് ഏറ്റവും സഹിഹായതായ പേരുകൾ. ഇതിനപ്പുറമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാപ്പമാരുടെ അദ്നാനപ്പുറമുള്ള ഇസ്മായിൽ നബിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം മനസ്സിലാക്കിയവരാണ്. ആരുടെ? അദ്നാൻ മുതൽ ഇങ്ങോട്ട്, അല്ലേ? അപ്പോൾ ഇസ്മായിൽ നബിയുടെ പേരക്കുട്ടികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് ടോപ്പിൽ നിൽക്കുന്നത്. എന്നാൽ അതിനപ്പുറമുള്ളതായ ഇത് ആബാകളുടെ വാപ്പമാരുടെ പേര്, അത് ഇബ്രാഹിം വരെയാവട്ടെ, അല്ലെങ്കിൽ ഇബ്രാഹിം മുതൽ ആദം നബി അലൈഹി ഇസ്ലാം വരെയാവട്ടെ, അതെല്ലാം എന്താണ്? മുഖ്തലഫും ഫീയാണ്. അത് കൃത്യമായിട്ട് നാം ഈ പറഞ്ഞതുപോലെ 20 വാപ്പമാരുടെ പേര് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ആ വാപ്പമാരുടെ പേര് പോലെ സ്ഥിരീകരിക്കപ്പെട്ടതല്ല. അതിൻ്റെ അർത്ഥം വാപ്പമാരൊന്നും പേരും പെരുമയുള്ള ആളല്ല എന്നല്ല. പിന്നെയോ അവരൊക്കെ അള്ളാഹ് പറഞ്ഞ ഇനത്തിൽ പെടുമെന്ത്? അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹ്ക്കറിയാം ആരെ എവിടുന്ന് എങ്ങനെ സെലക്ട് ചെയ്യണം, നബിയെ എവിടുന്ന് നബിയെ സെലക്ട് ചെയ്യണം. അപ്പോൾ അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത എന്ന ആയത്തിൻ്റെ അകത്ത് സെലക്ട് ചെയ്യേണ്ട തറവാട് തന്നെയായിരുന്നു അതിനു മുമ്പുള്ളതായ സർവ്വ പേരുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉയർന്ന തറവാട്ടിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിലേക്ക് എത്തിയത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് എന്നതുകൊണ്ട് അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, അത് ബുഖാരിയിൽ കണ്ടു, അത് സഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് മതി.
വിശദീകരണം അതിനപ്പുറമുള്ള വാപ്പമാരുടെ ലഭിച്ചിട്ടില്ലെങ്കിലും എന്നർത്ഥം. എന്തിനാണ് അങ്ങനെ ഞാൻ പറയുന്നത്? അതിനപ്പുറമുള്ള വാപ്പമാരുടെ പേരായിട്ട് മൗലൂദിൻ്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എന്തല്ല, നമുക്ക് ആധികാരികത നൽകി പറയാൻ പറ്റുന്ന പേരുകളെല്ലാം. ആവാം ആവാതിരിക്കാം, ആവാം ആവാതിരിക്കാം എന്ന അർത്ഥത്തിലേക്കാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാപ്പ നിങ്ങൾ ഈ കേട്ടതായ പേരിൽ മുഹമ്മദ് അബുൽ ഖാസിം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന ആ വ്യക്തി റസൂലുള്ളാഹിന്റെ വാപ്പയാകുന്ന അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭമുള്ള സമയത്ത് അവർ ജനിക്കുന്നതിന് മുമ്പായിട്ട് മരിച്ചു എന്നതാണ് ഏറ്റവും സഹിഹായതായ റിപ്പോർട്ട്. റസൂലുള്ളാഹിന്റെ വിലാദത്തിന് മുമ്പ് തന്നെ, റസൂലുള്ളാഹ് ഇവിടെ ഭൂജാതനാകുന്നതിന് മുമ്പ് തന്നെ അവര് എന്ത് ചെയ്തു? ജനിക്കുന്നതിന് തന്നെ മുമ്പ് തന്നെ അവർ മരിച്ചു എന്നതാണ്. അതാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു ഹു അസ്ബത്ത്. അതാണ് നമ്മുടെ അടുക്കൽ ഏറ്റവും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട്. എന്നാൽ അവരുടെ വാപ്പ അബ്ദുള്ളക്ക് മുമ്പാരാണ്? അബ്ദുള്ള ഇബ്ൻ അബ്ദുൽ മുത്തലിബ് അല്ലേ? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്നാൽ അബ്ദുൽ മുത്തലിബോ, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അബ്ദുൽ മുത്തലിബ് പേരല്ല, അത് എന്താണ്? ഓമനപ്പേര് എന്ന് നാം പറയും പോലെ ഒരു ലഖബ് എന്ന് പറയാം യഥാർത്ഥത്തിൽ, എന്നല്ലാതെ അബു കൂട്ടി ചേർത്ത് പറയുമ്പോഴുള്ള അർത്ഥം അതിനില്ല. മനസ്സിലായില്ലേ? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുമ്പോൾ ലഖബാണ്. ലഖബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭോചിതമായിട്ട്, പക്ഷേ വിഷയത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറയൽ അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വലിയ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം മദീന വഴി സാധാരണ എവിടേക്ക് പോകും? ഷാമിലേക്ക് പോകും. ഷാമിൽ ഗസ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ പ്രശ്നമുള്ളതായ സ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വതആല ഗസയിലും അതിൻ്റെ പരിസരത്തിലും എല്ലാം മുസ്ലിങ്ങൾക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടതയിൽ നിന്നിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ളതായ ചുറ്റുപാട് ദീനിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് അവർ മടങ്ങലിലൂടെ അള്ളാഹു അവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്കും അപ്രകാരം തൗഫീഖ് ചെയ്യട്ടെ. ആ ഗസ എന്ന സ്ഥലത്തേക്ക് ഈ ബിസിനസ്സിന് പോയതായ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ മരിച്ചു. ആര്? ഹാഷിം മരിച്ചു. ഹാഷിം എവിടുന്നാ കല്യാണം കഴിച്ചത്? ഹാഷിം കല്യാണം കഴിച്ചത് മക്കത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റിപ്പോർട്ടിൽ മക്കയിൽ നിന്നിട്ട് കല്യാണം കഴിച്ച ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ നിന്ന് മദീനയിൽ നിന്നിട്ടാണ് ഹാഷിം ഒരു കല്യാണം വേറെ കഴിച്ചത്, മദീനക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച്. ആ കല്യാണം കഴിച്ചത് ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്നിട്ടാണ്. ബനു നജ്ജാർ ഗോത്രങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ പള്ളിയെക്കുറിച്ച് പണ്ട് അറബികൾ എന്താ പറയാറുള്ളത്? മസ്ജിദു ബനു നജ്ജാർ, മസ്ജിദു ബനു നജ്ജാർ. ആദ്യങ്ങൾക്ക് അല്ലേ മസ്ജിദു ബനു നജ്ജാർ. എന്തേ? ബനു നജ്ജാറുകാരുടെ നാടാണത്, ബനു നജ്ജാർ ഗോത്രക്കാരുടെ നാടാണ് അല്ലേ? അപ്പോൾ ബനു മുആവിയ പള്ളി എന്ന് പറയാറില്ലേ ഈ മസ്ജിദ്? ഏതിന്? മസ്ജിദ് ലിജാബക്ക് അല്ലേ? ബനു മുആവിയ. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ചേർത്ത് പറയലാണ് പലപ്പോഴും പള്ളികളെ. നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. മസ്ജിദ് ഖുബ ബനു അംർ ബിൻ ഔഫ്, മസ്ജിദ് ജുമഅ ബനു സാലിം ബിൻ ഔഫ്, മസ്ജിദ് നബവി ബനു നജ്ജാർ. ഇതൊക്കെ എന്തേ അവിടെ ജീവിച്ച ആൾക്കാരുടെ പേരാണ്. അപ്പോൾ ബനു നജ്ജാർ ഒരു വലിയ ഗോത്രമാണ്. ആ പേരെടുത്ത ഗോത്രത്തിലാണ് ആര് കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹിന്റെ വലിയ വാപ്പാന്റെ വാപ്പ ഹാഷിം കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച മനുഷ്യനാണ് എന്ത് ചെയ്യുമ്പോൾ യാത്ര പോയപ്പോൾ എന്തിനു വേണ്ടി? ബിസിനസ്സിന് വേണ്ടി. എവിടേക്ക്? ഗസയിലേക്ക്. ഗസ എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് പരിചയപ്പെടാൻ വേണ്ടി, ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്, കേരളക്കാർക്ക് പരിചയമുള്ള അവരുടെയും നമ്മുടെയും ലോക മുസ്ലിങ്ങളുടെയും ഇമാമായ അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചതും ഗസയിലാണ്. പക്ഷെ അദ്ദേഹം ഗസക്കാരനല്ല, അദ്ദേഹം ഫലസ്തീനിയല്ല, അദ്ദേഹം മക്കക്കാരനാണ്. മക്കയിലാണ് അവരുടെ ഉമ്മയും വാപ്പയും. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം ഗർഭമുള്ള സമയത്ത് ഉമ്മ എന്തോ ആവശ്യാർത്ഥം എവിടേക്ക് ചെന്നു? ഗസയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ജനനം എവിടെ ഉണ്ടായി? ഗസയിലുണ്ടായി. അതുകൊണ്ട് ഇമാം ഷാഫിയുടെ കാലഘട്ടം 1-ാം നൂറ്റാണ്ടിന്റെ ശേഷമാണ്. 2-ാം നൂറ്റാണ്ടിൽ ഇത് ഹിജ്റ 204 ജനിക്കുന്നു. ഹിജ്റ 204 ജനിക്കുന്നു. ഹിജ്റ 150 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ജനിക്കുന്നു. 204 മരിക്കുന്നു. 150 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ജനിക്കുന്നു. തെറ്റിയിട്ടില്ലല്ലോ. ഹിജ്റ 150 ഇമാം ഷാഫി ജനിക്കുന്നു. 204 ഇമാം ഷാഫി മരിക്കുന്നു. മരിച്ചത് എവിടെയാണ്? ഈജിപ്തിലാണ്. മനസ്സിലായില്ലേ? എനിക്കറിയാം അവരുടെ ഖബറുള്ള സ്ഥലം, ഞാൻ അവിടെ പോയിട്ടുമുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് ആ സ്ഥലത്ത് ഹാഷിം എന്ന റസൂലുള്ളാഹിന്റെ വലിയാപ്പ മരിച്ചു.
എന്നാൽ അത് കാരണത്താൽ ഈ കുട്ടി ഇവിടെ, ആര്, മുത്തലിബിൻ്റെ ഉമ്മ ഇവിടെയാണ്. അപ്പോൾ മുത്തലിബ് എവിടെ ജീവിക്കുകയാണ്? മദീനത്തിൽ ജീവിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് മദീനയിൽ ജീവിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് മദീനയിൽ ജീവിക്കുകയാണ്. മൂപ്പരുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നല്ല, പിന്നെയോ മൂപ്പരെ മുത്തലിബ് എന്ന മൂപ്പരുടെ സഹോദരൻ മൂപ്പരെ കൊണ്ടുപോകാൻ വേണ്ടി മക്കയിൽ നിന്നിട്ട് വന്നു. എന്തിനാണ് വന്നത്? മക്കയിൽ ഓരോ വാപ്പമാര് വലിയാപ്പമാരൊക്കെ ഇങ്ങനെ മരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന മഹാനേതൃത്വമുണ്ടല്ലോ, കാബത്തിന്റെ നേതൃത്വം, കാബത്തിന്റെ താക്കോല്, സംസം വെള്ളം, ഇതൊക്കെ വലിയ വലിയ നേതൃത്വങ്ങളാണ്. ദാറുൻ നദുവ, ഇതൊക്കെ വലിയ വലിയ സ്റ്റാൻഡേർഡുകളാണ്. ഈ സ്റ്റാൻഡേർഡുകൾ ഇവർക്ക് അതിൽ പങ്കാളിയാവണം. ആർക്ക്? അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിക്ക്, അബ്ദുൽ മുത്തലിബിന്റെ ഹാഷിം മരിച്ചല്ലോ. അപ്പോൾ ഹാഷിം മരിച്ചപ്പോൾ ഹാഷിമിന്റെ എന്താണ് കുട്ടിയാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സഹോദരനായ മുത്തലിബിന് ലഭിക്കും പോലെ ഈ പ്രത്യേകതകൾ മക്കയിൽ ലഭിക്കണമെന്ന പൂതി വെച്ച ആ സഹോദരൻ മദീനയിലേക്ക് അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനുജനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കൊണ്ടുപോയ വേളയിൽ മക്കയിലേക്ക് എത്തിയപ്പോൾ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയല്ല, അല്ലെങ്കിൽ വഴി പഴച്ചു പോകണ്ട എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം കുതിരയുടെ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പരിസരത്തിൽ വള്ളിയിട്ട് കെട്ടിയിരിക്കുകയാണ് കുട്ടിയെ, വള്ളി പിടിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയെ. അപ്പൊ മക്കക്കാര് കണ്ടപ്പോൾ മുത്തലിബാണ് വരുന്നത് കേട്ടാ, മുത്തലിബാണ് വരുന്നത്. എവിടുന്ന്? മദീനയിൽ നിന്ന് വരാണ്. അപ്പൊ മുത്തലിബിന്റെ കൂടെയുള്ളതായ ഈ കെട്ടിയ മനുഷ്യനെ അറബികളുടെ സ്വഭാവം അനുസരിച്ച് കെട്ടിക്കൊണ്ടുപോകലാരെയാണ്? അടിമകളെ അല്ലേ. അപ്പോൾ അവർ വിളിച്ചു അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് പേര് വെച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ മക്കത്ത് പിന്നെ എന്തായി മാറി? അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മുത്തലിബായി മാറി. പക്ഷെ മൂപ്പരുടെ പേരെന്താണ് യഥാർത്ഥത്തിൽ? ഷൈബത്തുൽ ഹംദ്. എന്താണ്? ഷൈബത്തുൽ ഹംദ് എന്നാണ്. ഷൈബത്തുൽ ഹംദി എന്നാണ് മൂപ്പരുടെ പേര്. അപ്പോൾ നാം ഇപ്പോൾ എന്ത് പഠിച്ചു? ഹാഷിമിനെ കുറിച്ചും അബ്ദുൽ മുത്തലിബിനെ കുറിച്ചും അപ്രകാരം തന്നെ അവരുടെ മകൻ അബ്ദുള്ളയെ കുറിച്ചും എല്ലാം പഠിച്ചു. അബ്ദുള്ള മരിച്ചത് മദീനത്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറ ബിൻ കിലാബ്. ഇതാണ് റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സഹിഹായതായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ. എന്നാൽ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിലാണ് വളരുന്നത് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വാപ്പ ചെറുപ്പത്തിലെ മരിച്ചു പോയത് കൊണ്ട് പിന്നെ വലിയാപ്പാൻ്റെ കസ്റ്റഡിയിലാണ്. വലിയാപ്പാണെങ്കിൽ സാധാരണക്കാരനല്ല, പിന്നെയോ അദ്ദേഹം മക്കയുടെ നേതാവാണ്, മക്കയുടെ ഖുറൈശികളുടെ തലവന്മാരിൽ ഒരു പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് കാബത്തിന്റെ പരിസരത്തിൽ പ്രത്യേക ചെയറുണ്ട്, പ്രത്യേക സ്ഥലമുണ്ട്, പ്രത്യേക ഇരിക്കാനുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ഈ കുട്ടി മാത്രമേ ഇരിക്കുള്ളൂ എന്നാണ്, മറ്റു കുട്ടികളൊന്നും ഇരുത്തൂല എന്നാണ്. അത്രയും ഈ കുട്ടിയെ പേരക്കുട്ടിയാണ്. എന്നാൽ സ്വന്തം കുട്ടികളെ ബഹുമാനിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യും? അബ്ദുൽ മുത്തലിബ് ബഹുമാനിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ജനിച്ചു എന്നതിൽ നമ്മുടെ നേതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പല രൂപത്തിലാണെങ്കിലും ആമുൽ ഫീലിലാണ് എന്നത് ഉറപ്പാണ്. ഇമാം മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിൻ്റെ അകത്താണ് ജനിച്ചു എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കഅബത്തിൻ്റെ അകത്താണ് ജനിച്ചു എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഈ പറയുന്ന അഭിപ്രായം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി ജനിച്ച സ്ഥലം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം അത് യഥാർത്ഥത്തിൽ ഈ അഭിപ്രായത്തിന് വിപരീതമായിട്ട് വരും. അപ്പോൾ ജനിച്ച സ്ഥലത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ പദം സാദുൽ മആദിൽ കാണാം. മഹാനായ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ മൂപ്പര് കണ്ടിട്ടില്ല. ഏത്? റസൂലുള്ളാഹിനെ ജനിക്കപ്പെട്ടത് അല്ലെങ്കിൽ റസൂലുള്ളാഹി ജനിച്ചത് കഅബത്തിന്റെ അകത്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് ചരിത്രപരമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ എന്തില്ല, അത് അംഗീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്തേ? ആരാണ് അവരുടെ വലിയാപ്പ? അബ്ദുൽ മുത്തലിബ് അല്ലേ. അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലാണ് എന്ത്? കാബവും അതിന്റെ പരിപാലനവും അല്ലേ. അപ്പോൾ കാബത്തിന്റെ അകത്ത് ജനിക്കുക എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി പലരും അങ്ങനെ കെട്ടാറുണ്ട്. ഉമ്മമാർക്ക് ഗർഭമുണ്ടെങ്കിൽ ഗർഭത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടി ഗർഭമുള്ള പെണ്ണുങ്ങൾ കാബത്തിന്റെ അകത്ത് കയറിയിരിക്കും. ആർക്ക് വേണ്ടി? അള്ളാനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, പിന്നെയോ കാബത്തിന്റെ അകത്തുള്ള ഹുബൽ എന്ന ബിംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം അവിടെ ഇരിക്കാറുള്ളത്. മനസ്സിലായില്ലേ?
ഏതായാലും ഇത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മഅദ് രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലത്തെക്കുറിച്ച്. ഏതായാലും ജനിച്ച സ്ഥലം മക്കത്താണ്. മക്ക നബിയുടെ നാടാണ്, മക്ക നബിയുടെ ജന്മഭൂമിയാണ്. എവിടെ എന്നത് കൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതിൽ പ്രയാസമില്ല. അതിനെ അറിഞ്ഞാൽ തന്നെ ആ സ്ഥലത്തിനൊരു പ്രത്യേകത നൽകുക എന്നതും ഇസ്ലാമിലില്ല. അതിന് ആ സ്ഥലത്തിന് പ്രത്യേകത നൽകുക എന്നതും ഇസ്ലാമിലില്ല. കാരണം നമുക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് കൊണ്ടുവന്നതാണ്. റസൂലുള്ളാഹ് ജനിച്ച ശേഷം റസൂലുള്ളാഹിക്ക് നുബൂവത്ത് കിട്ടുന്നത് വരെ എന്നെല്ലാം സംഭവിച്ചു, അതെല്ലാം ഇർഹാസാത്തുകളിൽ പെടും. അതെല്ലാം ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ദൂതരുടെ മുഇസ്സത്തായിട്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങളായിട്ട് വരാൻ പോകുന്ന മതത്തിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത കാര്യങ്ങളിൽ പെട്ടതായിരിക്കും. അതൊന്നും എന്തല്ല, നമുക്ക് റസൂലുള്ളാഹ് കൊണ്ടുവന്ന, റസൂലുള്ളാഹ് പറഞ്ഞ, റസൂലുള്ളാഹ് പ്രവർത്തിച്ച് കാണിച്ചു തന്ന സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസിന്റെ സ്ഥാനത്ത് അത് നിൽക്കുന്നതുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതിയെക്കുറിച്ച് ചർച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 8-ാം തീയതിയാണ് റബീഉൽ അവ്വലിൽ, 12-ാം തീയതിയാണ് റബീഉൽ അവ്വലിൽ, 9-ാം തീയതിയാണ് റബീഉൽ അവ്വലിൽ. പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ പണ്ഡിതന്മാര് ഏകദേശം കൂടുതൽ പണ്ഡിതന്മാരും ഏറ്റവും ഏറ്റവും സഹിഹായ രൂപം അത് റബീഉൽ അവ്വൽ 12-ലാണ് എന്നതാണ്. നബിയുടെ ജന്മത്തെക്കുറിച്ച് ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. എന്നാൽ അവിടെയെല്ലാം ഏത് കൊല്ലത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് കൊല്ലത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ദിവസമാണ് അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ദിവസമാണ് റസൂൽ ജനിച്ചത്? തിങ്കളാഴ്ച ദിവസമാണ്. ഏത് ദിവസമാണ്? തിങ്കളാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് ഒരഭിപ്രായത്തിൽ. എന്നാൽ ജനിച്ചത് 12-ാം തീയതിയിലാണ് ഒരഭിപ്രായത്തിൽ. അത് മറ്റതുപോലെയല്ല, ഇത് ജനിച്ച ദിവസത്തെ പോലെയല്ല. ജനിച്ച ദിവസം നബി തന്നെ സ്വയം പറഞ്ഞതാണ്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നത്. എനിക്ക് ബിഅ്സത്ത് കിട്ടിയതും തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. എന്നാൽ അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കാൻ പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് നാം പറഞ്ഞത്? വർഷത്തിൻ്റെ പേര് ആമുൽ ഫീൽ. നാം ചെറുപ്പത്തിലൊക്കെ പഠിച്ചത് ആനക്കലഹം നടന്ന കൊല്ലം. ആനക്കലഹം അല്ലേ? ഗജവത്സരം അല്ലേ? ഈ ഗജവത്സരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്നാൽ എന്തേ ഒരു ലോകം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അറബികൾ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കുന്നതായ ഒരു സംഭവങ്ങൾ അവിടെ നടത്തി അള്ളാഹു. ഈ സംഭവങ്ങളിൽ റസൂല് പൂജാതനാവാൻ പോകുന്ന മക്കക്കാര് ബഹുദൈവ വിശ്വാസികളായതോടുകൂടി അവരെക്കാളും ആപേക്ഷികമായിട്ട് നല്ലവരാണ് അവരോട് പോരാടാൻ വേണ്ടി വന്ന ക്രിസ്ത്യാനികളായ അബ്രഹത്തും പട്ടാളവും. എന്നാലും ഈ അബ്രഹത്തും പട്ടാളത്തോട് ഈ ബഹുദൈവ വിശ്വാസികളായ ബിംബാരാധകന്മാർക്ക് അവിടെ എന്ത് സംഭവിച്ചു? വിജയിക്കാൻ സാധിച്ചു. മറ്റുള്ളവർ പരാജയപ്പെട്ടു. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ വരവേൽപ്പിലേക്ക് സൂചന നൽകുന്ന ഇർഹാസാത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തവർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇർഹാസാത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം വിശദീകരണം ആവശ്യമില്ലല്ലോ. മുഅ്ജിസാത്ത് എന്ന് നബി വന്ന ശേഷം ലഭിക്കുന്നതിന്റെ പേരെന്താണ്? മുഅ്ജിസാത്ത്. അതിന്റെ സ്ഥാനത്താണ് ഇർഹാസാത്ത്. ഇർഹാസാത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ അള്ളാഹ് കാണിച്ചു കൊടുക്കുക, നബി വരുന്നു എന്നതിലേക്ക് സൂചനയായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഇർഹാസാത്തിൽ പെട്ടതാണ് എന്ത്? അബ്രഹത്തും പട്ടാളവും അവിടെ നശിപ്പിക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സഹായിച്ചത് ആരെയാണ്? ബഹുദൈവ വിശ്വാസികളെയാണ്. എത്രത്തോളം? ഈ നിങ്ങൾ കേട്ട അബ്ദുൽ മുത്തലിബ് കുന്നിന്റെ മീതെ കയറിയിട്ട് അവരെന്ത് കാട്ടുന്നു എന്ന് നോക്കുകയാണ്, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വേണ്ടി രാജാവ് അയച്ചു. രാജാവ് അബ്രഹത്ത് രാജാവ് അയച്ചു. അദ്ദേഹം കേമ്പടിച്ച സ്ഥലത്തിൽ നിന്നിട്ട് എന്തേ അവർ അല്പം മുമ്പ് ഈ 100-200 എത്രയാണെന്ന് അറിയില്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, ഒട്ടകങ്ങളെ അവര് കീഴടക്കിയിരുന്നു. മക്കയിൽ കടന്നു വന്നപ്പോൾ കീഴടക്കിയതായ ഒട്ടകങ്ങളെ മടക്കി കിട്ടണമെന്നാണ് അബ്ദുൽ മുത്തലിബിന് പോയിട്ട് പറയാനുണ്ടായിരുന്നത്. എന്നല്ലാതെ മൂപ്പര് വന്നത് ഇന്ന ആവശ്യാർത്ഥമെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതേ ഇല്ല.
എന്താണ് പറഞ്ഞത്? ഞാൻ വന്നത് നിങ്ങളുടെ ഹൃദയമാകുന്ന, നിങ്ങൾ അങ്ങേയറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആ കഅബത്തെ തകർത്താനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂട്ടാക്കിയില്ല. അദ്ദേഹം ചോദിച്ചത് എൻ്റെ ഒട്ടകം നിങ്ങൾ പിടിച്ചു പറിച്ചെടുത്തതായ ഒട്ടകത്തിന്റെ സ്ഥിതി എന്താണ് എന്നതാണ് ചോദിച്ചതെന്നാണ്. ഏതായാലും അവിടെ അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞത് എന്താണ്? ഇന്നലിൽ ബൈത്തി റബ്ബൻ യഹ്മി, ഈ കഅബത്തിനൊരു നാഥനുണ്ട്, ആ നാഥൻ ആ കഅബത്തെ സംരക്ഷിച്ചോളും. ഞങ്ങളല്ല എൻ്റെ ആള്, അത് സംരക്ഷിക്കാൻ അതിൻ്റെ നാഥനുണ്ട്, അവൻ സംരക്ഷിക്കും. അങ്ങനെ അള്ളാഹ് സംരക്ഷിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ വർഷത്തിൽ നമുക്കെല്ലാം മനപ്പാടമുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന സൂറത്തിലുള്ളതായ ഭാഗം ഒന്നുകൂടി പറഞ്ഞ് സമാപിക്കുന്നു. ഞാൻ തുടങ്ങിയത് 9:40 9:40 തന്നെ നമുക്ക് നിർത്താം. ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് അഥവാ തുടക്കത്തെക്കുറിച്ച്, നബിയുടെ സീറയുടെ പ്രാരംഭത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. റസൂലുള്ളാഹി മറുപടി നൽകി, ഞാൻ എവിടുന്നാണ്? അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് വന്ന അവരുടെയും നമ്മുടെയും നേതാവായ ലോകം പരിചയപ്പെടുന്ന വ്യക്തിത്വത്തിൽ ഏറ്റവും വലിയ നേതാക്കളുടെ എണ്ണമാണെന്ന് നാം ആജിമാരോട് സാധാരണ പറയാറുള്ള ആ മഹാനേതാവ് ആദ്യം നമ്മുടെ കണ്ണിലുണ്ണിയായ ഇവിടെ വിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, അവരുടെ മുമ്പ് മരണപ്പെട്ടു പോയ കാബത്തെ പടുത്തുയർത്തിയതായ ഖലീലുല്ലാഹി ഇബ്രാഹിം, രണ്ടുപേരും അള്ളാഹിന്റെ ഖലീൽ തന്നെയാണ്. ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്, ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അല്ലേ? ഈ ആയത്ത് പ്രാർത്ഥനയാണ്. മക്കയിൽ നീ എന്ത് വേണം? കഅബയെ ഞാൻ കെട്ടിപ്പോകുമ്പോൾ ഈ കഅബയുടെ നാട്ടിൽ ഉമ്മുൽ ഖുറ എന്ന പട്ടണങ്ങളുടെ മാതാവിന് വേണ്ടി ഇബ്രാഹിം നബി 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ഉബഅഥ് ഫീഹിം റസൂലൻ മിൻഹും, ഇവരിൽ നിന്നിട്ടൊരു ദൂതരെ നീ അയക്കണം, അവരിൽ നിന്നിട്ട്. അപ്പോൾ അതുവരെ വന്നത് പുറമെന്നാണ്. അത് അറബി നബിയായിട്ട് നാം കേൾക്കുന്നത് ഹൂദ് നബി, സാലിഹ് നബി, പിന്നെ ഇസ്മായിൽ നബി, അല്ലേ? അറബി നബിയായിട്ട്. ഇസ്മായിൽ അസ്ല് ഇസ്രായേലിയാണെങ്കിലും, അഥവാ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇന്ന് നാം പറയുന്ന യഹൂദികളെ ഇസ്രായേലികൾ എന്ന് പറയാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ എന്ന് പറയുമ്പോൾ ആരായി മാറി? നബിയിലേക്ക് ചേർക്കലായി മാറി. അവരെ നബിയിലേക്ക് ചേർക്കാൻ അർഹപ്പെട്ടവരല്ല. ഇസ്രായേൽ ആരുടെ പേരാണ്? യാക്കൂബ് നബിയുടെ പേരാണ്. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ എന്നല്ല പറയേണ്ടത്, യഹൂദികൾ എന്നാ പറയേണ്ടതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും, ഇവരിൽ നിന്നിട്ടൊരു ദൂതരെ നീ നിയോഗിക്കണം, യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകൾ അവരിൽ അദ്ദേഹം ഓതുകയും ചെയ്യും, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, ഹിക്മത. അതിന്റെ വിശദാംശം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. സുന്നത്താണ് ഹിക്മത്ത് കൊണ്ട് വിവക്ഷ. പിന്നെയോ വയുസക്കീഹിം, അവർക്ക് ശിക്ഷണം നൽകും, അവരെ വാർത്തെടുക്കും, അവരെ തസ്കിയത്ത് നൽകും എന്ന് മാത്രമല്ല, വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസാണ്, ഹക്കീമാണ്, മാന്യനാണ്. പിന്നെയോ ബുഷ്റ ഈസ നബി അലൈഹിസ്സലാം നിങ്ങളോട് ഖുർആനിലൂടെ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, അല്ലേ? എന്താണത്? ഈസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈസ നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു റസൂലിനെ കുറിച്ച്? യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പേരുള്ള, അല്ലേ? ബുഷ്റ ഈസ നബി അലൈഹി സ്വലാമിന്റെ സന്തോഷ വാർത്ത